ദേശീയ ആരോഗ്യ മിഷന് ലഭിക്കുവാനുള്ള കേന്ദ്രവിഹിതം നൽകാത്തതിനെതിരെ നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി. NHMന് ലഭിക്കേണ്ട 60% കേന്ദ്രവിഹിതം മുടങ്ങിയതോടെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയെന്നാണ് ആരോപണം. NHMന് 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സംസ്ഥാന വിഹിതമാണ് ഉപയോഗിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇതോടെ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ്, സൗജന്യ ചികിത്സ, NHM വഴി നിയമിച്ച ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം, ബയോമെഡിക്കൽ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ വന്നിരിക്കുകയാണ്. ശമ്പളം ലഭിക്കാതെ വന്നതോടെയാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന കേന്ദ്രവിഹിതം ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതി കൂടിയാണ്. അതിൽ സംസ്ഥാനത്തിന്റെ ഷെയറായ 40% സംസ്ഥാന സർക്കാർ, ബഹുമാനപ്പെട്ട കേരള സർക്കാർ എന്നേ നൽകിക്കഴിഞ്ഞു. ഇനി നൽകേണ്ടുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന്റെ 60% വീതം ഇതുവരെ ലഭിക്കാത്തതിനാൽ ആകെ പട്ടിണിയായ അവസ്ഥയിലാണ് ഈ നാട്ടിലെ ഈ സാധാരണക്കാരായ ജീവനക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രവിഹിതം ലഭിക്കാത്തതോടെ അറ്റൻഡർമാർ മുതൽ ഡോക്ടേഴ്സ് വരെയുള്ള വിവിധ വിഭാഗത്തിലുള്ള കേരളത്തിലെ 10,000-കണക്കിന് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ മുടങ്ങി. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. 24 കൊല്ലം.